നമ്മൾ കേരളത്തിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും, കേരളത്തിലതൊന്നും നടക്കില്ലല്ലോ. കേരളത്തിൽ നടക്കും. കേരളത്തിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് പഠനം നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, അതിശക്തമായി കേരളത്തിൽ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തുന്നുണ്ട് ഷിയാക്കൾ. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ സംഘടനകളിലും കേരളത്തിലെ മതസംഘടനകളിലും കേരളത്തിലെ ചിന്താ പ്രസ്ഥാനങ്ങളിലും അതീവ വേരോട്ടമുള്ള അതിശക്തരായ എഴുത്തുകാർ. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും കേരളം വളരെ സമാധാനപരമായ ഒരു തുരുത്താണ്, കാരണം ഇവിടുത്തെ ഷിയായിസത്തെ എതിർക്കുന്ന സമസ്ത, മുജാഹിദ്, ജമാഅത്തൊക്കെ ഇവിടെ ശക്തമാണ്. ഇതിന്റെ ഇടയിൽ ഈ ഒരു ധാരയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷെ നിങ്ങളുടെ ആ വിശ്വാസം മൗഢ്യമാണ്. കാരണം ഈ സംഘടനയ്ക്ക് സമൂഹത്തിൽ ചെലുത്താൻ കഴിയാത്ത സ്വാധീനം ചെലുത്തുന്ന മുഖ്യധാര എഴുത്തുകാർ കേരളത്തിൽ ഇറാൻ അനുകൂലികളാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല, കാരണം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ പണ്ഡിതന്മാരുടെ വയല് മാത്രമാണ്. അവർക്കിതൊന്നും അറിയില്ല, അവരതൊന്നും പഠിച്ചിട്ടുമില്ല, അവരെ കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സമൂഹത്തെ സ്വാധീനിക്കുന്ന മുഖ്യധാര എഴുത്തുകാർ, ഞാൻ അവരുടെ പേര് ഇവിടെ പറയുന്നില്ല, അവർ ഈ ഇറാന്റെ പ്രോ സിമിക്കാരും ഇറാൻ അനുകൂലികളുമായ ആളുകളാണ്. ഞാൻ അവരോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അവരുടെ വാദങ്ങൾ, അവരുടെ സഹാബികളെ പരസ്യമായി അപമാനിക്കുന്ന ലേഖനങ്ങൾ കേരളത്തിൽ ശക്തമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹദീസിന്റെ നിഷേധം അത് ഇറാനിൽ നിന്ന് വന്നതാണ്. ഇന്ന് ഇറാൻ ഗവൺമെന്റ് കേരളത്തിൽ ഒരു ഷിയാ പണ്ഡിതന്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ 1940കളിൽ ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ ചേകനൂരൊക്കെ അവലംബിച്ച അബൂറയ്യയുടെ അൽവാഉൻ അല സുന്നത്തിൽ മുഹമ്മദിയ എന്ന പുസ്തകവും അബൂ ഹുറൈറയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പുസ്തകവും, ഇത് ഈജിപ്തിലെ ഒരു ഷിയ രഹസ്യമായ ഷീയിസം സ്വീകരിച്ച ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. ഹദീസ് നിഷേധത്തിൽ ചേകനൂരിന്റെ റഫറൻസ് അതായിരുന്നു. ഈ പുസ്തകം 40 വർഷമായി ഇപ്പോഴും ഇറാൻ അവരുടെ ചെലവിൽ അടിച്ചുകൊണ്ട് ലോകത്തൊട്ടാകെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഷിയ പണ്ഡിതന്റെ വീട്ടിൽ പോയപ്പോൾ ഇയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എനിക്ക് ഇറാനിൽ നിന്ന് വന്നതാണ് എന്ന്. ഈ രീതിയിൽ ഇസ്ലാമിക സമൂഹത്തെ അതിരഹസ്യമായി കാർന്നു തിന്നുന്ന ഈ ഷിയ പ്രോജക്റ്റ് കേരളത്തിൽ ശക്തമാണ്. ആർക്കെങ്കിലും ഈ വിഷയം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് സ്വകാര്യമായ വിഷയം പങ്കുവെക്കാവുന്നതാണ്. എല്ലാം പരസ്യമായി ഷിയാക്കളോട് ഏറ്റുമുട്ടുമ്പോൾ പരസ്യമായി പറയാൻ പറ്റൂല, കാരണം അവര് അതീവ രഹസ്യമായ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുന്ന വിഭാഗമാണ്. സഹീഹ് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഇതെന്നെയാ പറഞ്ഞത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്, നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയലാതെ കൂട്ടർ ഞാൻ ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്, ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ഇ.കെ. ഇബ്രാഹിം കുട്ടി മൗലവി എന്നിട്ട് 2 തൃശ്ശൂര്, അയാളെ KNM-ന്റെ നേതാവാക്കാൻ വേണ്ടി 2 തവണ ഇലക്ഷൻ മാറ്റിവെച്ചു. KJ-യുടെ പണ്ഡിതന്മാരെ വിളിച്ചു പറഞ്ഞ് ഇ.കെ. ഇബ്രാഹിം കുട്ടി മൗലവി വരേണ്ടതുണ്ട്, ഇ.കെ. ഇബ്രാഹിം കുട്ടി മൗലവി വരേണ്ടതുണ്ട് എന്ന് KM മൗലവി പറയോ? ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവി പറയോ? ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ? കാരണം ആരാ? ഇ.കെ. ഇബ്രാഹിം കുട്ടി മൗലവി ആരറിയോ? സഹീഹ് ബുഖാരി തോട്ടിലേക്ക് വലിച്ചെറിയണമെന്ന് നാക്കിട്ടടിച്ച മനുഷ്യൻ. പിന്നെ ഇവർ ചെയ്യുന്നതെന്നറിയോ? ഒന്ന് റിപ്പോർട്ടർമാരെ പറ്റി സംശയം ഉണ്ടാക്കുക. അങ്ങനെ ആയതെന്തായി? ഹദീസിനെ പറ്റി ജനങ്ങൾക്കിടയിൽ വല്ല മതിപ്പുണ്ടെങ്കിൽ ആ മതിപ്പില്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യാൻ. അതിൽപ്പെട്ടൊരു കാര്യമാണ് റിപ്പോർട്ടർമാരെ പറ്റി എന്ത് ചെയ്യാം? സംശയം ഉണ്ടാക്കുക, കുറ്റം പറയാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ജൂത മുനാഫിഖ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ ഗൗരവം നിങ്ങൾ ആലോചിക്കണം.